കൂട്ടാൻ എന്ന് പറയുന്നത് പിണ്ടിപ്പുറത്ത് കറിയും കോവയ്ക്ക മെഴുക്കുവരട്ടി. നോർമലി നമ്മൾ കഴിക്കുന്നത് നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ. അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കിന്ന് അൽഫാം അച്ചാർ കഴിച്ചാലോ? വായോ ഗൈസ്, ഇതാണ് എൻ്റെ അച്ചാറിൻ്റെ ഡെപ്പ. ഇവിടെ മേടിച്ച് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതാണ് കുപ്പിയുടെ അവസ്ഥ. ആശിച്ച് മോഹിച്ച് പരിപ്പും കൂട്ടി അൽഫാം അച്ചാർ കഴിക്കാൻ വന്ന ഞാൻ ആരായി? ഇത് വേറെ ആരുമല്ല, എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്രാശി എൻ്റെ സഹോദരൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ഗൂഢമയൊക്കെ. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇത് ഇത്രയും കഴിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അൽഫാം അച്ചാർ പോയ സ്ഥിതിക്ക് നമുക്ക് ബീഫ് അച്ചാർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കഴിച്ചത് കോൺ അച്ചാർ. ചോറിടാലോ? അപ്പോൾ ഗൈസ്, ഇതാണ് AS പിക്കിൾസിൻ്റെ കൂണച്ചാറും അതുപോലെ തന്നെ ചുട്ടരച്ച ബീഫ് അച്ചാറും. കേരളത്തിൽ ആദ്യമായിട്ട് അൽഫാം അച്ചാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ AS പിക്കിൾസ് ആണ്. അതുപോലെ തന്നെ ഇവരുണ്ടാക്കുന്നതെല്ലാം അടിപൊളി ക്വാളിറ്റിയിലാണ്. എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉള്ളതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലാണ് ഇവർ ഓരോരോ ഐറ്റംസും സെർവ് ചെയ്ത് ഇറക്കുന്നത്. നമ്മുടെ നോർമൽ അച്ചാറുകളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇവർ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള 3 അച്ചാറുകൾക്ക് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഒരു വട്ടമെങ്കിലും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ അൽഫാം ലവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും അൽഫാം അച്ചാർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് ഇവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ AS പിക്കിൾസിൻ്റെ പേജ് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ അച്ചാർ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേജ് ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. എന്തായാലും ഇതൊന്ന് വാങ്ങി കഴിച്ചു നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.